ഒരു മാസം മുമ്പ് ഇറങ്ങിയ ദേവീക്ഷേത്രത്തിലെ നോട്ടീസിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നൽകാതെ വ്യാജമായി ഒരാൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അനധികൃതമായി ഒരാൾ കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് അയാളെ കേസ് കൊടുത്ത് അകത്താക്കണ്ടേ? നമസ്കാരം. മലയാലപ്പുഴ ദേവീക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കരാർ നൽകാതെ മൈക്ക് സെറ്റുകളും ലൈറ്റും സ്ഥാപിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് ഇലക്ട്രിക് കോൺട്രാക്ടറായ വിനോദ് പുളിമൂട്ടിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം മരാമത്ത് വിഭാഗം ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയും അഴിമതിയുമാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് താങ്കളുടെ പരാതി? എന്ത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു മേജർ ക്ഷേത്രങ്ങളിലൊന്നായ മലയാലപ്പുഴ ദേവീക്ഷേത്രം. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഉത്സവം ഈ വരുന്ന 27-ാം തീയതി കൊടിയേറുകയാണ്. ഒരു മാസം മുമ്പ് ഇറങ്ങിയ ദേവീക്ഷേത്രത്തിലെ നോട്ടീസിൽ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ദേവസ്വം ബോർഡ് ഓഫീസും മരാമത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ യാതൊരു ടെൻഡറും ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് 24-ാം തീയതി ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും 24-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഷെഡ്യൂൾ ഇഷ്യൂ ചെയ്യുമെന്നും 3:30-ക്ക് ടെൻഡർ സ്വീകരിക്കുമെന്നും 4 മണിക്ക് ടെൻഡർ ഓപ്പൺ ചെയ്യുമെന്നാണ് അതിനകത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് 5 ദിവസം കഴിഞ്ഞ് വരെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. 27-ാം തീയതി നടക്കുന്ന ഉത്സവത്തിന് 24-ാം തീയതി ടെൻഡർ വിളിച്ചിട്ട് 5 ദിവസം ആകുമ്പോൾ 3-ാം ഉത്സവം ആകുമ്പോഴത്തേക്ക് അവിടെ വർക്ക് തീർത്താൽ മതി. അപ്പം അത് ഈ കോൺട്രാക്ടർക്ക് നൽകിയായി നോട്ടീസിൽ പരസ്യം ചെയ്തിരിക്കുന്നു. അതൊരു വൻ വീഴ്ചയല്ലേ? ടെൻഡർ നൽകാതെ വ്യാജമായി ഒരാൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ആരും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ ദേവസ്വത്തിൽ അമ്പലത്തിന് ഉൾഭാഗത്തും എല്ലായിടങ്ങളിലും ലൈറ്റുകളും സ്ഥാപിച്ച് റോഡുകളിൽ ഉടനീളം കോളാമ്പിയും സാധനങ്ങളും കെട്ടി പണി ഏകദേശം 70% പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ടെൻഡർ നടക്കുമ്പോൾ ആ ടെൻഡർ എടുത്തിട്ട് ഞങ്ങളവിടെ ചെന്ന് എങ്ങനെ വർക്ക് ചെയ്യും? ഓൾറെഡി അവിടെ വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി നൽകിയിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അവരെന്താണ് പറയുന്നത്? അത് മരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം മാവേലിക്കര ആണ് ഇപ്പം ടെൻഡർ വിളിച്ചിരിക്കുന്നത്. എയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിട്ടില്ല. പിന്നെ മലയാളപ്പുഴ ദേവസ്വം മാനേജർക്ക് പരാതി കൊടുക്കാൻ ഇരിക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയപ്പോൾ അത് കരാർ നൽകിയിരുന്നോ? ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോഴും അവിടെ ടെമ്പററി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തത് ഈ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ഇപ്പം ടെൻഡർ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന ആ സൗണ്ടുകാരൻ തന്നെയാണ് അവിടെ ലൈറ്റ് ഇട്ടത്. ആ ലൈറ്റുകൾ ഇട്ടത് തന്നെ നിലനിർത്തിയാണ് സീസൺ വർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ടെൻഡറൊക്കെ എപ്പോഴാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണമൊക്കെ പോകുന്നത്. അതെ, ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പം ഇത് കാണുന്നതല്ലേ നിലവിൽ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ചട്ടിയിൽ മണ്ണ് വാരിയിടുന്ന പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നടന്നാലും അവരുടെ ശമ്പളം അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒരു സീസൺ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന പണിക്കാർക്ക് ശമ്പളവും കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. പിന്നെ ഞങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്ത് നടക്കേണ്ടുന്ന അവസ്ഥയാണ് ദേവസ്വം ബോർഡിൽ പണി ചെയ്താൽ ഉണ്ടാകുന്നത്. എത്ര വർഷമായി കരാർ ചെയ്യുന്നു? ഞാൻ ഏകദേശം 20-28 വർഷമായി. ഞങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അയ്യപ്പനോടുള്ള അമിത വിശ്വാസം. അയ്യപ്പൻ നമ്മളെ കൈവിടില്ല. ആ ഭക്തിയിലും വിശ്വാസത്തിലുമാണ് ഞങ്ങൾ അയ്യപ്പൻ്റെ അടുത്ത് വന്ന് പണി ചെയ്യുന്നത്. അത് നമ്മളെ പണി ചെയ്തിട്ട് നമ്മളെ വല്ലാത്ത മനോവിഷമത്തിലെത്തിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കാണുന്നില്ലേ. അയ്യപ്പനെ മനോവിഷമത്തിലെത്തിച്ചവർക്കെല്ലാം പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. പുറത്തു വരുന്നുണ്ട്. അതെ, അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല. തീർച്ചയായും കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉദ്യോഗസ്ഥർക്ക് ഈ ലൈറ്റൊക്കെ സ്ഥാപിച്ചത് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അറിയത്തില്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഭാഗങ്ങളിൽ CCTV എല്ലാം ദേവസ്വം ബോർഡിൻ്റെ അമ്പല ക്ഷേത്ര പരിസരങ്ങളിലുണ്ട്.
അവിടെ അനധികൃതമായി ഒരാൾ കയറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് അയാളെ കേസ് കൊടുത്ത് അകത്താക്കണ്ടേ? ഒരു ഉദ്യോഗസ്ഥന്മാരും അറിയാതാണ് ഈ പരിപാടികൾ ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. കാര്യം അമ്പലത്തിനുള്ളിൽ അതിക്രമിച്ചാണ് കയറിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ സ്റ്റേജിനുള്ളിലെ റൂമിൽ ഇലക്ട്രിക്കൽ മെയിൻ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ചാവി കിട്ടാതെ എങ്ങനെയാണ് ചാവി തട്ടിപ്പൊളിച്ചുകൊണ്ടാണ് അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. മറ്റു കരാറുകാർ വലിയ പ്രതിഷേധത്തിലാണല്ലേ? എല്ലാ അറിഞ്ഞ കരാറുകാരെല്ലാം ഇതിന് പ്രതിഷേധത്തിലാണ്. നിലവിൽ ശബരിമലയിലും ഇതുപോലാണ്. ശബരിമല സീസൺ ഉത്സവം നടക്കുന്നതിന് ഏകദേശം 10 ദിവസം 15 ദിവസം മുമ്പാണ് ടെൻഡർ വിളിക്കുന്നത്. വിളിച്ചിട്ട് അതിൻ്റെ വർക്ക് ഓർഡറും എഗ്രിമെൻറ്റും വെക്കുന്നത് സീസൺ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാണ്. അതാണ് ഞങ്ങൾക്ക് പൈസ കിട്ടാത്തതിൻ്റെ മെയിൻ ഇതായി വരുന്നത്. ഇപ്പം മലയാളപ്പുഴയെ സംബന്ധിച്ച് ഇപ്പം 3 ദിവസം മുമ്പ് വിളിച്ച ടെൻഡറിൽ കോമ്പറ്റീഷനായി ഒരു കോൺട്രാക്ടർമാർക്കും പങ്കെടുക്കാനൊക്കത്തില്ല. അപ്പം ചെയ്യുന്ന ആളിനെ വിളിച്ച് ചെയ്യിക്കും. അവർ ഉത്സവമല്ലേ, കാര്യങ്ങളല്ലേ, ദേവീക്ഷേത്രമല്ലേ, നമ്മൾ ഭക്തജനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവം അലങ്കോലപ്പെടരുത്, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതുവരെ ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സന്തോഷമായി ഇടപെടും. പരിപാടി കഴിഞ്ഞ് ബില്ലിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വർക്ക് ഓർഡർ കൊണ്ടുപോവുക, എസ്റ്റിമേറ്റ് കൊണ്ടുപോവുക, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്തോ എന്നുള്ള രൂപത്തിൽ വരെ ഉള്ള നിലപാടിലേക്കാണ്. സിവിൽ വർക്കുകളാണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് തെളിവൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഇലക്ട്രിക് വർക്കുകൾ അങ്ങനെയല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ. ശബരിമല സീസൺ നടന്നിട്ടുണ്ടെങ്കിൽ സീസണിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ വർക്ക് ചെയ്യാതെ നടക്കത്തില്ല. ഇപ്പം മലയാളപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതെങ്കിൽ ഒരു സൗണ്ടുകാരന് ഞങ്ങളെപ്പോലുള്ള കോൺട്രാക്ടർ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ സ്ഥാപിച്ച് അതെല്ലാം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ ഉത്സവം, നാട്ടിലെ ഭക്തജനങ്ങൾ അത് ഭംഗിയാക്കിയില്ല എങ്കിൽ ഭക്തജനങ്ങൾ ഞങ്ങളെ വിടുവോ? നിങ്ങൾക്കിപ്പം അവിടുന്ന് കിട്ടാനുണ്ടോ? ശബരിമല വർക്കിൽ പണം കിട്ടാനുണ്ടല്ലേ? ശബരിമല വർക്കിൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. 5 വർഷത്തെ പൈസയാണ് കിട്ടാനുള്ളത്. ഇത് ചെറിയ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇതുപോലുള്ള അഴിമതികൾ ഞാൻ ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് നാളെയും മറ്റ് കോൺട്രാക്ടർമാർക്കും ഉണ്ടാവും. ഈ ഒരവസ്ഥ മാറണം. ഒരു മലയാളപ്പുഴ പോലൊരു ദേവീക്ഷേത്രം, മേജർ ക്ഷേത്രം, അല്ലെങ്കിൽ ശബരിമല ഒരു ക്ഷേത്രത്തിൽ സീസൺ വരുന്നെന്നും ഉത്സവം വരുന്നെന്നും ഈ വർഷം അറിയാം അടുത്ത വർഷത്തെ ഉത്സവം എന്നാണെന്ന്. അപ്പോൾ ഒരു 2 മാസം മുമ്പെങ്കിലും അതിൻ്റെ ടെൻഡറുകൾ വിളിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടർക്ക് ടെൻഡർ കൊടുത്ത് എഗ്രിമെൻറ്റും വെച്ച് സുതാര്യമാക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഈ വിവരം അറിയിച്ചിരുന്നു, പരാതി നൽകിയിരുന്നു? പ്രസിഡന്റിന് ആയിട്ട് പരാതി നൽകില്ല. ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് ഞാൻ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർക്ക് പരാതി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ഓഫീസിലേക്ക് വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ഇതാണ് സംഭവിക്കുന്നത്. എന്ത് ചെയ്താലും വലിയ അഴിമതി കഥയാണ് പുറത്തു വരുന്നത്. മരാമത്ത് ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് വിഭാഗം ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ അഴിമതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മൈക്ക് സെറ്റുകളും ലൈറ്റുകളൊക്കെ സ്ഥാപിക്കുന്നത് 1 മാസം മുൻപേ ഒരാളെ നിശ്ചയിച്ചിരിക്കുന്നു. അത് നോട്ടീസിൽ പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കരാർ വിളിച്ചിട്ടില്ല എന്നാണ് മറ്റു കരാറുകാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ ലൈറ്റുകൾ മൈക്കുകളൊക്കെ സ്ഥാപിച്ചത് ആരാണെന്ന് വ്യക്തമല്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി പരിശോധിക്കുക എന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഭക്തർ നൽകുന്ന പണമൊക്കെ ഒരു വിഭാഗം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അത് അടിച്ചു മാറ്റുകയാണോ എന്നൊരു വ്യാപകമായ പരാതി ഭക്തജനങ്ങൾക്ക് ഇടയിലുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇടപെട്ട് ഇതിനൊരു പരിഹാരം വ്യക്തതയുണ്ടാക്കുമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.